ഹലോ. ഹലോ. ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ? ഞാൻ ഇക്കയോട് ചോദിച്ചേട്ടാ. ചോദിക്കണം കഴിഞ്ഞാ അത് ചോദിക്കണം കഴിഞ്ഞാ ചോദിക്കാണ്ട് ചോദിക്കുന്നതിലും വേഗം തന്നെ ചോദിക്കണ്ടേ? എന്നാ പറഞ്ഞേ? ഇക്ക പറഞ്ഞ് പിന്നെ ഇക്കാനെ ഞാൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് ഇത് എന്നിട്ട് ചോദിച്ചത്. അപ്പൊ ഇക്കെന്ന് പറഞ്ഞു ഞാനിത് അന്വേഷിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. എന്തോന്നും അറിയില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. അല്ല അന്നേരം നീ അങ്ങനെ ഇക്കയോട് ഇടാനല്ലേ പറഞ്ഞല്ലേ ഇവിടെ കിട്ടുമോന്ന് അന്വേഷിച്ചേ? ഡൗട്ട് അടിക്കാതെ ഇക്കയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഫിലിപ്പീൻസ് ഇട്ട വളയിടുകയും ചോദിച്ചു. അന്നേരം ഇക്ക പറഞ്ഞ് അത് ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്വേഷിച്ചിട്ട് നമുക്ക് ഇടാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടേ പറഞ്ഞു. ഇക്ക് അവിടെ വാങ്ങി ഇവിടെ പുറത്തോടെ പോയി. പുറത്തോടെ പോയി രാത്രി വന്നു, 10:30 വന്നു. രാത്രി എന്റെ ഒരു പരിപാടി ചെയ്തു. രാത്രി പോയി ഇട്ടിട്ട് വന്ന രാത്രി തന്നെ ഇട്ടിട്ട് വന്നാ ഒരു പരിപാടി അങ്ങ് ചെയ്ത് സ്വർഗെല്ലാം കാണും കേട്ടാ. അമ്മാതിരി പരിപാടി ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടാ. ഞാൻ ചേച്ചി ഇതെല്ലാം ഇട്ടിട്ട് വന്നു. അതുപോലത്തെ എന്നിട്ട് നല്ല മാസം വെച്ച് ഇതുവരെ ചെയ്യാതെ പോലെയാണ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്നെല്ലാം എനക്ക് എന്തെല്ലാം വന്നേന്നൊന്നും അറിയില്ല കേട്ടാ. അതൊന്നും ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ടാണ് ഞാൻ ചെയ്തതിനൊക്കെ അന്നെ കൂട്ടി പിടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഞാൻ ഏതോന്ന് ഒട്ടിച്ചിട്ടുണ്ട്, ഇക്കേടുന്ന ഇത് ഒപ്പിച്ചേ നീയല്ലേ എനിക്ക് നല്ല ഇതിൽ ചെയ്തിട്ട് അതിനേക്കാളും സൂപ്പറായിട്ട് ഇപ്പൊ ചെയ്യുന്നില്ല പറയണ്ടേ? എന്നിട്ട് ഞാനെന്നിട്ട് ഇക്കോട് ചോദിച്ചു, നിങ്ങളിത് എനക്കാദ്യം മനസ്സിലായിട്ടില്ല, പിന്നെയല്ലേ സംഗതി മനസ്സിലായത്. ഇക്കാന്റെ കൈമേല് ഒരു സാധനം ഇക്കാന്റെ കൈമേല് സാധനം? അത് സാധനം അത് എനിക്കെല്ലാം അറിയുന്ന സാധനം തന്നെയാണ്. എന്ത് സാധനം? ഇല്ലേ അതാ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവന് എന്തോ ചോറ് പോലത്തെ സാധനം ഇട്ടി എന്റെ വളം വന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ എന്തൊരു കവറും കൊടുക്കുന്നേ. പിന്നെ ഇത് ഇതായിപ്പോയില്ലേ എന്നിട്ട് അതിനെ കൊണ്ടാണ് എല്ലാം. അന്നേരം എനിക്കത് അറിയില്ലായിരുന്നു. ഇല്ല, മനസ്സിലാവില്ല. എന്നിട്ടോ എന്നിട്ട് പറഞ്ഞേ ഇതാണ് ഇങ്ങനെയാണ് ഫിലിപ്പീൻസ് ചെയ്യുന്നത്. എല്ലാം ഫിലിപ്പീൻസിന്റെ ഒറിജിനൽ അല്ലേ? ഫിലിപ്പീൻസിന്റെ ഒറിജിനൽ രാത്രി ഒക്കെ ഒരു ദിവസം കൊണ്ട് എഴുതിക്കൊണ്ട്. അത് ശരി, അത് നിന്നെ അയാളത് കണ്ടോണ്ട് അതുപോലെ എന്നെ അറിയിക്കാൻ വേണ്ടിട്ട് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയല്ലേ? പറഞ്ഞാ വിശ്വസിക്കില്ല കേട്ടോ. അപ്പൊ ഇനി ഞാൻ വരുമ്പോ അതുപോലെ അത് പോരാ, അതെന്തിനാണോ?
അത് വേണം. അല്ല നീ അതേ ഇപ്പൊ കേട്ടിട്ടല്ലോ അപ്പൊ ഇക്കോട് ചെയ്യണ്ട പറയുന്നോ? ഇപ്പൊ ചെയ്യാണ്ടിരിക്കലിന് മറ്റു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ പിൻപില്ല പറഞ്ഞ ഇക്ക പറഞ്ഞു ഇവിടെ നാട്ടിൽ കിട്ടാണ്ട് നിക്കൂല, നീ ഇക്കാനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്ക്. പോയിട്ട് ചെയ്യൂ, അന്വേഷിക്കട്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെ ഇക്ക ചെയ്താ പിന്നെ അതിനെന്നാ ഇക്കാന്റെ ഇക്ക ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കൂല. നീ പറയുന്നു ഇക്ക എന്താ എപ്പോ ഉണ്ടാവുക? ഇക്ക ചെയ്യുന്നാലും ഇക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതെല്ലാം ഇട്ടാല് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെഴുതാറുണ്ട് അനക്ക് വരുമല്ലോ. എനിക്ക് ഇൻട്രസ്റ്റ് വരുമായിരിക്കും, പക്ഷെ ഇൻട്രസ്റ്റ് ഇട്ട കൊടുക്കല്ലേ കേട്ടോ. എപ്പാട് വേറെ മുമ്പ് എന്തെങ്കിലും പരിപാടിക്ക് പോകും. ഒക്കെ എപ്പാട് നിന്നെ മടുക്കുമ്പോൾ വേറെ പരിപാടിക്ക് പോകില്ലേ? നിന്നെ പേര് തന്നെ കളിക്കാൻ തോന്നൂലല്ലോ. അനക്കല്ലേ നിന്നെ പേര് തന്നെ കളിക്കാനുള്ള ആർത്തി. ഇട്ടിട്ട് പിന്നെ ഞാൻ നിന്നെ വിടില്ല. അതല്ലേ ചോദിക്കുന്നത്, ഇട്ടിട്ടില്ലെങ്കിൽ അവിടുന്ന് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക്. അത് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചാൽ ഞാൻ പറയും. അല്ലേ പിന്നെ ദിവസം എനിക്ക് കറിയൊക്കെ ഞാൻ വഴുതനെ കൊണ്ടുതരാം. കറി വെച്ചിട്ടും പാവത്തിട്ടൊക്കെ തിന്നും, നമ്മുടെ കാര്യവും നടക്കും. അതൊരു നല്ല ഐഡിയ എന്നല്ല. എന്റെ ഇക്കാക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലേ, എന്റെ ഇക്കാക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലേ അപ്പൊ ഈ കാര്യത്തില്. അപ്പളേക്ക് രാത്രി തന്നെ ഇടുന്ന ഇക്കാക്ക് ഈ സാധനവും വാഷറും പിന്നെ അതിനെ ഇടേണ്ട മറ്റേ ഉറയായിരിക്കും അല്ലേ നമ്മള് സാധാരണ മേടിക്കുന്നത്. അതാ തന്നെ എനിക്ക് പിന്നെ കാണിച്ചു തന്നിട്ടില്ല. എന്നോട് പറഞ്ഞു ഇതാണ് മോളെ സാധനം. എനിക്കറിവിടെ എല്ലാ വകയാണെങ്കിൽ ഇത് ഒറിജിനൽ വേണോ, ഇത് അത്ര പോരാന്ന് പറഞ്ഞോട്ടെ എനിക്ക്. പറഞ്ഞൂടെ ഇത് അത്ര പോരാ, നിങ്ങൾ ഒറിജിനൽ തന്നെ ആക്കിയിട്ട് വാങ്ങി. ഞാൻ പറഞ്ഞു അല്ല ഇത് നല്ല ഒറിജിനൽ തോറ്റു. അപ്പൊ എനിക്ക് ഒറിജിനൽ അറിഞ്ഞത് ഒറിജിനൽ കിട്ടണ്ടേ? ഞാൻ ചോദിക്കുന്ന ഈ ഫിലിപ്പിന് ട്രൈ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഒറിജിനൽ തോറ്റു എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞോ? ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും എത്രയുണ്ടായിരുന്നു അതിനകത്ത് റിങ്? അതൊരു രണ്ടേ ഉള്ളൂ. പിന്നെ ഇക്കാന്റെ റിങ്ങും ചൊറയുണ്ടാവൂല്ലേ? ഇക്കാന്റെ ചൊറയുണ്ടാവില്ല, നമ്മുടെ 3 ചൊറയായല്ലോ. ഇക്കാന്റെ ചൊറയും കൂടി എന്തായാലും ഇത് നല്ലൊരു കണ്ടുപിടുത്ത കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോ വഴുതിനിങ്ങ മേടിച്ചാല് ഈ ചൊറ, അതായത് അത് നമുക്ക് എപ്പോ ഉപയോഗിക്കാൻ പറ്റും. നീ നോക്കി വെക്കണ്ടേ? അത് റബ്ബർ പോലത്തെയാ? അത് റബ്ബറിന്റെ വാഷർ എങ്ങനെ ആയിരിക്കും കേട്ടോ. റബ്ബറിന്റെ ഒരുപാട് വാഷർ കിട്ടും മേടിക്കാൻ. അപ്പൊ എന്റെ ഇക്കാക്ക് ഇതെല്ലാം അറിയല്ലേ. ഇത്രയും കാലം നീ പോട്ടെന്നല്ലേ പറഞ്ഞയാള്. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അധികം ചോദിക്കണ്ട കേട്ടോ. ഇനി നല്ല കഞ്ഞൂടി മുട്ടിക്കുന്നു. ഇക്കയോടെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഇക്കൊക്കെ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ലേ? അതല്ല, വേറെ ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ട് ഇക്കാനൊക്കെ ഒരു പരിപാടി കൂടി ചോദിക്കാറുണ്ട്. ഇക്ക അന്നേരം പാല് കുടിച്ചില്ല, മിൽമ കുടിക്കലുണ്ടോ? അതൊന്നും കുടിക്കില്ലല്ലോ. അതുണ്ട്. അതിന് ഞാൻ തന്നെ വരണ്ടേ? പാല് തേച്ചും കുടിച്ച് പറ്റിക്കണ്ട് ഞാൻ തന്നെ വരണ്ടേ? അതുകൊണ്ടാ പറഞ്ഞേ. ഓക്കെ, അതും കൂടി ചോദിച്ചിട്ട് പറ.